അപ്പം നമ്മൾ മനസ്സിലാണ്ടൊക്കെ പറഞ്ഞത് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ നമ്മൾ കാണായല്ല. പക്ഷേ ഈ അടയാളങ്ങൾ കടന്നു വരുന്ന നമ്മുടെ സുഖങ്ങളോട് കൂടിയാണ്. അപ്പോൾ പിന്നെ അതിന് നിരാകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പം അവിടെ ആദ്യം പറഞ്ഞ അടയാളം വായിക്കുക. അടയാളങ്ങൾ പറഞ്ഞത് നബി പറഞ്ഞു. അപ്പം റസൂലുള്ളാഹി ആദ്യം പറഞ്ഞെന്താ? അന്തലിതൽ അമത്തു റബ്ബതഹ, അടിമപ്പെണ്ണ് ഉടമയെ പ്രസവിക്കുക. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ വലിയ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ആ ചർച്ചകളൊക്കെ സത്യ. ഇൻഖിലാബുൽ ഉമൂരി, അതായത് അടിമയാകേണ്ടത് പ്രസവിക്കുന്ന കുട്ടിയാണ്, ഉടമയാകേണ്ടത് പ്രസവിക്കുന്ന പെണ്ണാണ്. പക്ഷേ ലോകാവസാനം വരുമ്പോൾ പെണ്ണ് അടിമയും ഉമ്മ അടിമയും കുട്ടി ഉടമയുമാകും. അതായത് അനുസരണക്കേട് കാണിക്കുന്നതാണ് ഒരർത്ഥം. മനസ്സിലാവണോ? തല കൊടുത്ത് ചിന്തിക്ക്. അപ്പം അത് നമ്മൾ ആ രൂപത്തിൽ അർത്ഥം വെക്കുമ്പോൾ അത് ആ രൂപത്തിൽ അർത്ഥം വെക്കുന്ന സമയത്ത് മുമ്പൊന്നും ഇല്ലാത്ത ഒന്ന് എന്ന് പറയാൻ ഈ അടയാളത്തിന് കഴിയില്ല. എന്നാൽ അതിൻ്റെ കസറത്ത് കൃത്യമാണ്. പിന്നെ കാര്യങ്ങൾ അട്ടിമറിയുക, അത് അതിൻ്റെ രണ്ടാമത്തെ ഒരു വാക്കർത്ഥത്തിന് അപ്പുറത്തുള്ളൊരു അർത്ഥത്തെ ഉണ്ടാക്കുകയാണ്. അതും ശരിയല്ലേ. കാര്യങ്ങളൊക്കെ അട്ടിമറിയാം. ഇൻഖിലാബുൽ ഉമൂർ, ലോകാവസാനം വന്നാൽ കാര്യങ്ങളൊക്കെ അട്ടിമറിയും. സുന്നത്തൊക്കെ ബിദഅത്താവും, ബിദഅത്തെല്ലാം സുന്നത്താവും. നേര് പറഞ്ഞവനെ കള്ളനാക്കും, കളവ് പറഞ്ഞവനെ നേര് പറഞ്ഞവനാക്കും. അതൊക്കെ ഇൻഖിലാബുൽ ഉമൂർ, അങ്ങനെ അർത്ഥം വെക്കാം. എന്നാൽ ആധുനിക ലോകം ആ അർത്ഥം, ആ പദം കൃത്യം എന്ന് പറഞ്ഞാൽ കൃത്യം, അതിനാണ് സർഗസി എന്ന് പറയുക. സർഗസി കേട്ടിട്ടുണ്ടോ? സർഗസി എന്ന് പറഞ്ഞാൽ വലിയ വലിയ അപ്പർ ലെയറിലുള്ള ആളുകൾ അവരെ ഭാര്യമാർ പ്രസവിക്കൂല. അവരെന്ത് ചെയ്യും? അവർ കോടിക്കണക്കിന് ഉറുപ്പിക കരാറ് കൊടുക്കും കമ്പനികൾക്ക്. ഇതിന് കമ്പനികളുണ്ട്, കുട്ടികളെ പ്രസവിച്ചു കൊടുക്കാൻ കമ്പനികളുണ്ട്. ആ കമ്പനികളുടെ കീഴിൽ പെണ്ണുങ്ങളുണ്ടാവും. ആ പെണ്ണുങ്ങൾക്ക് വാടക നിശ്ചയിക്കും. മനസ്സിലായില്ല? ആ പെണ്ണുങ്ങൾക്ക് വാടക നിശ്ചയിക്കും. നിങ്ങൾ ഇതിൻ്റെ കൂടെ വരണം, മനസ്സിലല്ലേ? ഈ വാടക നിശ്ചയിക്കും. അതായത് ഈ പെണ്ണുങ്ങൾ അടിമകളായിരുന്നു പൂർണ്ണമായും. സർഗേറ്റുകൾ എന്ന് പറയും. അതായത് പ്രസവിച്ചു കൊടുക്കുന്ന സ്ത്രീകൾക്കാണ് സർഗേറ്റുകൾ എന്ന് പറയാം. ഈ സർഗേറ്റുകൾ അടിമകളായിരിക്കും. ആരുടെ? ഈ മുതലാളിയുടെ. അതായത് വാടക ഗർഭപാത്രമാണ്. അതായത് എങ്ങനെയായിരിക്കും? ആ പെണ്ണുങ്ങൾ പിന്നെ അവരെ വീട്ടിൽ താമസിക്കാൻ പാടില്ല. അവർക്ക് പ്രത്യേക ഭക്ഷണം കൊടുക്കും. കാരണം ഭ്രൂണം വളരുന്നത് അവരുടെ ആ വയറ്റിലാണ്. അപ്പം ആ ഭ്രൂണത്തിന് ആവശ്യമായ ഭക്ഷണം കിട്ടണമെങ്കിൽ ആര് കഴിക്കണം? എന്താണ് ഉറങ്ങുന്നത്? ഏറ്റവും നല്ല ഭക്ഷണമാണ് ഈ സർഗേറ്റുകൾ കൊടുക്കുക. ഏറ്റവും നല്ല ഭക്ഷണം. കാരണം ഇവർ മൾട്ടി മില്യോണർമാരുടെ ഭ്രൂണാണ് എവിടെ ഉള്ളത്? ഇവരുടെ വയറ്റിലുള്ളത്. അതായത് മൾട്ടി മില്യോണറായ വലിയ കോടീശ്വരനായ ആളുടെ ബീജവും അയാളുടെ ഭാര്യയുടെ അണ്ടവും കൂടി സംയോജിപ്പിച്ചിട്ട് എന്തിലേക്ക് കയറ്റി വെക്കും? ഈ പെണ്ണിൻ്റെ ഗർഭപാത്രത്തിൽ. പെണ്ണിന് 10 ലക്ഷം റുപ്യ, 5 ലക്ഷം റുപ്യ, 8 ലക്ഷം റുപ്യ. ദരിദ്ര രാജ്യങ്ങളും പ്രദേശങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം മയ്യത്ത് കൊണ്ടുപോകാനൊരു വണ്ടി ഓട്ടോറിക്ഷ കിട്ടായിട്ട് മയ്യത്തേറ്റിയ നാടുകൾ എവിടെ ഉണ്ട്? നമ്മളെ രാജ്യത്ത് ഇന്ത്യയിലുണ്ട്. അപ്പോൾ അന്ന് മനുഷ്യന്മാരുടെ അവസ്ഥ എന്താ? അവർ ഒരു 9 മാസമാണ് പണിയെടുത്ത് കൊടുത്താൽ അടിമപ്പണി എടുക്കണം. എന്താണ് അടിമപ്പണി? അവരെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ഭർത്താവുമായി ലൈംഗിക ബന്ധം പുലർത്തണമെങ്കിൽ അവർ കൃത്യമായി സമയം നിശ്ചയിച്ചു കൊടുക്കും. മാസത്തിലൊരു ലൈംഗിക ബന്ധം നടത്താം, അതിനപ്പുറം പറ്റൂല. അതും ഇത്ര മാസേ പറ്റൂ. 4 മാസം കഴിഞ്ഞാൽ ഭ്രൂണത്തിന് എന്തെങ്കിലും സംഭവിക്കും, പറ്റൂല. പിന്നെ അവരെ മെഡിക്കൽ ടെസ്റ്റുകൾ പറയും ലൈംഗിക ബന്ധം നടത്താൻ പറ്റൂലേ? ആര് പറയും? ഈ കമ്പനി പറയും. കമ്പനിയിൽ വലിയ ഡോക്ടർമാരുണ്ടാവും. കമ്പനി ഇത് വാടകയ്ക്കെടുക്കുക കോടികൾ കഴിക്കും. ഈ കുട്ടിയാക്കി കൊടുക്കാൻ 1.5 കോടി 2 കോടി. ഈ പെണ്ണിന് ഇപ്പോൾ 10 ലക്ഷം കിട്ടുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ കിഡ്നി വിൽക്കുന്നതുപോലെ കിഡ്നിക്ക് കമ്പനികളുണ്ട്, കിഡ്നി വാങ്ങിത്തരും. അവർ കിഡ്നി വാങ്ങിത്തരണമെങ്കിൽ 40 ലക്ഷം റുപ്യ 50 ലക്ഷം റുപ്യ കൊടുക്കേണ്ടി വരും. കിഡ്നി ഈ
കൊടുക്കുന്ന ആൾക്ക് ചിലപ്പോൾ 5-10 ലക്ഷം അത്രയൊക്കെ കിട്ടുള്ളൂ. മറ്റൊരു കമ്പനിക്ക് പോകും. ഈ 1.5 കോടി 2 കോടിക്കൊക്കെ ആയിരിക്കും അത്. അതിൻ്റെ അത്രയും അതിന് വലിയ പൈസക്ക് വിഷയം തന്നെ ആവില്ല. എന്തുകൊണ്ട് അത് മൾട്ടി മില്യണർമാരായിരിക്കും. ഈ മൾട്ടി മില്യണർമാർ ദരിദ്ര നാടുകളിലെ പെണ്ണുങ്ങളെ വാടകയ്ക്ക് എടുക്കും. ആ പെണ്ണുങ്ങൾക്ക് വലിയ പൈസ കൊടുക്കും. പക്ഷെ ആ പെണ്ണുങ്ങൾ അടിമകളായിരിക്കും. എങ്ങനെ അടിമ? അവർ ഇത്ര സമയം നടക്കണം, അത് ഇവർ പറഞ്ഞ് പാലിക്കണം. ഇത്ര ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഇവർക്ക് പൂതിണ്ട്, വലിയ ഭക്ഷണം കണ്ടാൽ തിന്നാൻ പറ്റൂല. കാരണം അതിന് ലിമിറ്റ് വെക്കും. അത്രേ കൊടുക്കൂ. ഇന്ന നേരത്തെ കുളിക്കണം. വീട്ടിൽ താമസിക്കാൻ പാടില്ല. സ്വന്തം മക്കളുണ്ടാവും, ആ മക്കളെ കാണാൻ പാടില്ല. സ്വന്തം ഭർത്താവുമായി അവർ പറയുന്ന സന്ദർഭത്തിലല്ലാതെ ലൈംഗിക ബന്ധം പുലർത്താൻ പാടില്ല. അപ്പൊ പൂർത്തിയായി ഇവർ ജയിലിലേക്കും. അവരെ ആഴ്ചയിൽ ഒന്ന് വന്ന് കാണാം. ഭർത്താവിന് വരെ രാത്രി താമസിക്കാൻ പറ്റൂല. താമസിക്കുന്ന സമയം കൃത്യമാക്കി കൊടുക്കും. അതിനൊക്കെ ഇവർ വിധേയരാവും. ഇവരാരാണ്? അടിമപ്പെണ്ണുകളാണ്. കാരണം ഇവർക്ക് ഈ 9 മാസം കഴിഞ്ഞ് ആണ് പ്രസവിച്ച് കൊടുത്താൽ ഇവർക്ക് 10 ലക്ഷം കിട്ടും. an എക്സാമ്പിൾ. അത് കഴിഞ്ഞാൽ ഈ കുട്ടിയും ഇവർ തമ്മിലൊരു ബന്ധമല്ല. ഇവരെ വയറ്റിലുള്ളത് ആരാണ്? ഉടമയാണത്. മില്യൂണറാണ്. ഈ സാധുവോ ഇത് അടിമയാണ്. റിയൽ കൃത്യം. ഇന്ന് ലോകത്തെ മില്യൂണർമാർക്ക് മുഴുവനും കുട്ടികളുണ്ട്. അങ്ങനെ 5100 കോടിയുള്ളൊരു ബിസിനസ്സാണ് ഈ വിഷയത്തിൽ. ഇന്ത്യയിൽ മാത്രം 5100 കോടി. ഇത് 2033 ആകുമ്പോഴത്തേന് ഇതിൻ്റെ 4 ഇരട്ടിയാവും ഇന്ത്യയിൽ നടക്കുക. ഒന്ന്, ഞാൻ അവരെ പേര് പറഞ്ഞാൽ അതൊരു പ്രശ്നത്തിന് കാരണമാവും എന്നോട് പേര് പറയാത്തത്. ഹോളിവുഡ് നടന്മാരുടെ മുഴുവൻ കുട്ടികൾ അങ്ങനെ. ഒരു പെണ്ണ് പ്രസവിക്കൂല. മനസ്സിലായില്ല? പെണ്ണ് പ്രസവിക്കൂല. വലിയ വലിയ സിനിമാ നടികൾ പ്രസവിക്കൂല. അവർക്ക് കുട്ടികളുണ്ടാവും. പ്രസവിക്കുന്നല്ല. അവരുദ്ദേശിച്ച ആൾ നമ്മൾ ലൈംഗിക ബന്ധം നടക്കും. ഭർത്താവാണെങ്കിൽ ഭർത്താവ് ലൈംഗിക ബന്ധം നടക്കും. ബീജോ അണ്ട എടുക്കുകയും ചെയ്യും. ഇവൾക്ക് കുട്ടീനെ കൊടുക്കും. 10 മാസം കഴിഞ്ഞാൽ അതിന് ഓൾ എന്ത് ചെയ്യും? 2 കോടി ഉറുപ്പിക എടുക്കും. 1.5 കോടി 2 കോടി ഇതൊരു പെണ്ണിന് വയറ്റിട്ട്. ഇത് ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അപ്പൊ കൃത്യമായി എന്ത് അന്തലിതൽ അമത്തു റബ്ബതാ. ഇതിൽ മര്യാദയാണെന്താ? നിങ്ങളെന്താ അത്ഭുതം? എന്ത് മനസ്സിലാകാത്ത എന്തായി പറഞ്ഞത്? ഇതൊരു കാലത്ത് ഇങ്ങനെ സംഭവിക്കും എന്നത് ഒരു കാലത്ത് പറയാൻ കഴിയില്ലല്ലോ. റസൂലുള്ള പറഞ്ഞ കൃത്യമാണ്. റസൂലുള്ളാഹി ഇവിടെ ഇങ്ങനെ പറഞ്ഞോളൂ. എന്ത്? മക്കള് ഉമ്മമാര് ബാപ്പാര് അനുസരിക്കൂലാറിനോട് റസൂലുള്ളാഹിക്ക്. റസൂലുള്ളാഹി ഇനി അറിഞ്ഞാത് കാണുന്നുണ്ട്. ഇങ്ങനെ ഭ്രൂണം കയറ്റി വെക്കുന്ന പറഞ്ഞാൽ ഇനി മെഡിക്കൽ ലാബ് ഉണ്ടാവും. ഓർക്ക് എന്ത് ലാബ്? കാരണം അങ്ങനത്തെ ഒരു സമാനില്ല അവരില്ലല്ലോ. ബൾബ് കത്തും, ചുമരുമൽ ഇങ്ങനെ കാട്ടിയാൽ ലൈറ്റ് കത്തുന്ന നബി അതൊക്കെ കണ്ടതാണ്. അതാണ് റസൂലുള്ളാഹി. ലോകാവസാനം വരെ നടക്കണ എല്ലാ കാര്യം റസൂലുള്ളാഹി കണ്ടിട്ടുണ്ട്. അതേസമയത്ത് സ്വഹാബികൾക്കത് മനസ്സിലാവില്ല. സ്വഹാബികൾക്ക് ഒരു ചെറിയ മണ്ണിൻ്റെ പാത്രത്തിൽ ജൈത്തെണ്ണ ഒഴിച്ചിട്ട് തിരിയിട്ട് കത്തിക്കണം. മറ്റവരോട് പറഞ്ഞിട്ട് കാര്യം അവർക്കത് അറിയില്ല. അള്ളാഹിൻ്റെ ആരിഫ്യങ്ങൾക്കറിയും. അവർ നോക്കിക്കാണാൻ അള്ളാഹു തആല തൗഫീഖ് കൊടുക്കും. തൗഫീഖ് കൊടുത്തവർക്ക് കാണാൻ കഴിയും. അപ്പം ഇന്ന് ഇത് ഇഷ്ടം പോലെ, ഞാനൊരു പേര് പറയാതൊക്കെ കേരളത്തിലെ നടിമാരുണ്ട്. പിന്നെ അതൊരു പ്രശ്നത്തിന് കാരണമാവും. ഞാൻ അവരെ വ്യക്തിഹത്യ ചെയ്തു എന്നറിയും. എനിക്കൊരു വ്യക്തിഹത്യല്ല ഉദ്ദേശം, എനിക്കൊരു പഠനമാണ്. പേരൊരാളെയും പറഞ്ഞു നിങ്ങൾ പഠിച്ചു നോക്ക്. കേരളത്തിൽ ഇല്ലേ? നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം, പേര് പറയണ്ട. എന്തുകൊണ്ട്? അപ്പം അവരെ വയറ് സ്വാഭാവികമായി വലുതാവും. അപ്പം ആ പിന്നെ അഭിനയിക്കുമ്പോഴുള്ള ആ അവർ ഭക്ഷണം കൂടുതൽ കഴിക്കൂല. ആ വയറ് പൊങ്ങാൻ പാടില്ല. കൃത്യമായി അവർ ജിമ്മിൽ കളിക്കും. അപ്പോൾ ആ വയറിൻ്റെ വൃത്തി, ഇപ്പോൾ ഉദാഹരണം ഗർഭത്തിന് ശേഷം ഒരു പെണ്ണിൻ്റെ വയറ് പൊങ്ങിയത് കുറഞ്ഞാൽ പോലും അതിനൊരു പരിധിയുണ്ട്. എന്നാലും മനസ്സിലായില്ലേ? പ്രസവിച്ചു എന്ന് മനസ്സിലാവും. അതിൻ്റെ ആ ഒരു അതിൻ്റെ അത് വളരെ എന്താണ് ഒതുങ്ങിയ വയറാന്ന് കണ്ടാൽ തന്നെ അറിയാം ഈ പെണ്ണ് പ്രസവിച്ചില്ല. ഒക്കെ 2-3 കുട്ടികളുണ്ടാവും. അപ്പം സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി ഗർഭം ധരിക്കൂല. സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി ഗർഭം ധരിക്കൂല. പിന്നെ പൈസക്ക് മുട്ടില്ലല്ലോ.
യക്സുറുൽ മാലും മുതൽ അധികരിക്കുന്നു പറഞ്ഞില്ലേ. അപ്പൊ ഈ അൻതലിദൽ അമത്തു റബ്ബതഹ എന്നത് ഇന്ന് റിയാലിറ്റിയാണ്. എന്തല്ല, ഞാൻ പുനർവ്യാഖ്യാനങ്ങൾ നോക്കേണ്ട ആവശ്യം തന്നെ ഈ വിഷയത്തിലില്ല. പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ നോക്കി അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യത്തിലില്ല. ഒറിജിനൽ റിയൽ കാര്യം അൻതലിദൽ അമത്തു റബ്ബതഹ. ഈ പെണ്ണ് അമത്ത് തന്നെയാണ്, അടിമയാണ്. എന്തുകൊണ്ട്? ഈ പെണ്ണ് പ്രസവിക്കണ പെണ്ണാരാ? ദരിദ്ര. ഉള്ളിൽ കിടക്കണ കുട്ടിയാരാ? കോടീശ്വരൻ. നിങ്ങളത് സങ്കല്പിച്ച് നോക്കി. ഇത് പ്രസവിച്ചാൽ ചുരുക്കത്തിൽ ഇന്ന് ലോകത്തിൽ. അപ്പോൾ ഞാനിവിടെ പറയാൻ പോണ കാര്യം എന്തെന്നാൽ, റസൂലുള്ള ഖിയാമത്ത് നാളിൻ്റെ അടയാളം ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? അതായത് സർഗേറ്റുകളാണ്. അതായത് ഇത്തരം പെണ്ണുങ്ങളെയാണ്. അൻതലിദൽ അമത്തു, അത് സർഗേറ്റാണ്. ഇങ്ങനെ വാടക പ്രസവിച്ചു കൊടുക്കുന്ന പെണ്ണുങ്ങൾ, അവരാണ് സർഗേറ്റുകൾ. ഇതാണ് ആദ്യം പറഞ്ഞത്. ഇന്നത് റിയല. പണ്ടത്തെ കാലത്ത് ഇമാമിയങ്ങളും ഉലമാക്കളും അത് വ്യാഖ്യാനിക്കുക ചെയ്തത്. കാരണം അങ്ങനത്തെ ഒരു കാലം അവർ പ്രതീക്ഷിച്ചിട്ടില്ല. എന്ത്? ഒരാളുടെ ബീജവും ഒരു പെണ്ണിൻ്റെ അണ്ടവും ചേർത്ത് മറ്റൊരാളുടെ ഗർഭപാത്രം വാടകയ്ക്കെടുത്ത് അയാൾക്ക് പൈസ കൊടുത്ത് മൾട്ടി മില്യോണർമാർ വിരിയിച്ചു കൊണ്ടുപോകുന്ന കുട്ടികളെ പറ്റിയുള്ള ഒരു ചർച്ച ഒരു ഇമാമിൻ്റെ കാലത്തും ഇല്ല. അപ്പൊ അവരതിന് എന്ത് ചെയ്തു? വ്യാഖ്യാനങ്ങൾ പറയാം. അനുസരണക്കേട് കുട്ടികൾ കാണിക്കുക. അതിലാകെ അതിനാ ഞങ്ങളോട് പറഞ്ഞത്, അനുസരണക്കേട് കാണിക്കൽ ഒരു പുതിയ കാര്യമല്ല. ആദ്യത്തെ മകൻ തന്നെ അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? അപ്പൊ ഈ സർഗസി വരുന്നത് വരെയും ഇതിന്റെ വ്യാഖ്യാനം പൂർത്തിയായിട്ടില്ല. ഇന്ന് വ്യാഖ്യാനം പൂർത്തിയായി. മനസ്സിലായില്ല? ആദ്യത്തെ മകൻ തന്നെ. നമ്മളെ പണ്ഡിതന്മാർ അതിന് ഇമാമിയങ്ങൾ കൂടുതൽ വെച്ച അർത്ഥം എന്താണ്? മക്കൾ എന്ത് ചെയ്യുക? മക്കൾ കൽപ്പിക്കുക. ബാപ്പ കൽപ്പിച്ച മക്കൾ സ്വീകരിക്കൂല, മക്കൾ കൽപ്പിച്ച ബാപ്പ സ്വീകരിക്കണം. അപ്പൊ എന്തായി? അനുസരണക്കേട് കാണിച്ചു എന്നല്ലേ? അല്ലേ? അങ്ങനല്ലേ? ഇതാണല്ലോ ആദ്യത്തെ മകൻ. ആദ്യത്തെ മകൻ ആരാ? കാബീല്. ഇയാളാണല്ലേ? പക്ഷേ ഖിയാമത്ത് നാളാവുമ്പോൾ ആ വ്യാഖ്യാനത്തിൽ തെറ്റുണ്ടോ? തെറ്റില്ല. ഖിയാമത്ത് നാളാവുമ്പോൾ കാബീലിനെ പോലത്തെ ആളുകൾ, മക്കള് വ്യാപനം, അതിന് കെസ്റത്തേ ഉള്ളൂ. അതൊരു ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമല്ല. അപ്പൊ ഇന്നിപ്പോ ഈ പറഞ്ഞത് ഇന്ന് വളരെ കൃത്യമായി. എന്ത്? അടിമപ്പെണ്ണ് ഉടമയെ മൾട്ടി മില്യൂണറെ പ്രസവിക്കുക. ആര് പ്രസവിക്കുക? ദരിദ്ര പെണ്ണ്. ദാരിദ്ര്യത്തിൽ കുടുങ്ങിയ, കഷ്ടപ്പെട്ട് കടം കൊണ്ട് കുടുങ്ങി ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്ന വക്കിലെത്തുമ്പോൾ പെണ്ണ് എന്ത് പറയാ? വേണ്ട, ഞാൻ സർഗേറ്റ് ആയിക്കോളാം, നിങ്ങളെ കടം ഞാൻ വീട്ടിൽ തരാമെന്ന് പറയാം. ഒരു 4-5 കൊല്ലം, ഒരു 10-50 ലക്ഷം ഉണ്ടെങ്കിൽ ഒരു 4-5 കൊല്ലം ഈ സർഗേറ്റായ ഈ പെണ്ണിൻ്റെ എന്ത് വീട്ടാൻ കഴിയും? കടം വീട്ടാൻ കഴിയും. കുട്ടികൾ പോയി. ഈ കുട്ടികൾ ആരാണ്? റബ്ബത്ത്. ഒടമ. പെണ്ണോ? അടിമ. കൃത്യം. ഇങ്ങനെ അപ്പുറം വ്യാഖ്യാനമില്ല. അല്ലേ? സത്യമല്ലേ? അത് കറക്റ്റാണത്. റസൂലുള്ളാഹി അവിടെ വാക്ക് മാറ്റി പറഞ്ഞ പോലെ അള്ളാന്റെ റസൂല് പറഞ്ഞത് നിങ്ങൾ വിചാരിക്കണ്ട, റിയലായിരിക്കും. പിന്നീട് ഈ ഒരു കാലത്ത് നമുക്ക് വ്യാഖ്യാനിക്കണമെങ്കിൽ ഒരു കാലത്ത് വ്യാഖ്യാനിക്കേണ്ടി വരില്ല. അത് ഇങ്ങനെ ആയിക്കൂടെ ഉസ്താദേ, അത് ഇങ്ങനെ ആയിക്കൂടെ ഉസ്താദേ ചോദിക്കണ്ട, ഒരു കാലത്ത് വേണ്ടി വരും. ഇപ്പം അത് ഇങ്ങനെ ആയിക്കൂടെ ചോദിക്കേണ്ട ആവശ്യമില്ല. എന്ത്? അപ്പം ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ലോകം മുഴുവൻ സർഗസി വ്യാപിക്കാണ് എല്ലാ രാജ്യത്തും. ഞാൻ പറഞ്ഞ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പേഴ്സണായി കണക്കാക്കുന്ന എലോൺ മസ്കിൻ്റെ കുട്ടികൾ വരെ ഇങ്ങനെയാണെങ്കിൽ, ലോകത്തെ ഏറ്റവും വലിയ കളിക്കാരനായി കണക്കാക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കുട്ടികൾ ഇങ്ങനെയാണെങ്കിൽ, റൊണാൾഡോക്ക് 3 കുട്ടികൾ, 3ഉം പിരിച്ചത്. ഇന്ത്യയിൽ പല മൾട്ടി മില്യർമാനായ സിനിമ ആക്ടർമാരുടെയും മക്കൾ ഇങ്ങനെ വിരിച്ചത്. അങ്ങനെ. അപ്പം എന്തായി? എവിടെത്തി? അപ്പം നിങ്ങൾ ഉറപ്പിച്ചോളി, നേരം വൈകാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവും. കുട്ടികളെ ഇത് പറയാനത് പറഞ്ഞ് ഇതുവരെ ഖിയാമത്ത് നാളിൻ്റെ അടയാളം വ്യാഖ്യാനിക്കേണ്ടിയിരുന്നു. ഈ നൂറ്റാണ്ടിൽ ഖിയാമത്ത് നാളിൻ്റെ അടയാളം വ്യാഖ്യാനിക്കേണ്ട ആവശ്യം ഇല്ല. പാഠം നമ്പർ 1. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ചിന്തിക്ക്. ബോധം എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം. ബോധം വേണ്ടേ? നമ്മളൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് എന്തില്ല? ബോധം. ഇനി അതേ സൂറത്തിൽ